നമ്മുടെ വീട്ടിലെ ഓണവും വിഷുവൊക്കെ വരുമ്പോൾ 1-2 ദിവസം മുമ്പ് തന്നെ അമ്മ ശർക്കര ഉപ്പേരിയും അതുപോലെ ചക്ക വറുത്തത്, കായ വറുത്തത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അതൊന്ന് ചൂടാറിയിട്ട് ഭരണിയിലാക്കേണ്ട താമസം നമ്മൾ പെറുക്കി തിന്നാൻ തുടങ്ങും കേട്ടോ. പിന്നെ വിഷുവിൻ്റെയൊക്കെ അന്ന് ഭരണിയിൽ വളരെ കുറച്ച് ഉണ്ടാവാറുള്ളേ. ഇന്നലെ അങ്ങനെ അച്ഛൻ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം ചന്തയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലുള്ളൊരു പച്ചക്കറിയാണ്. ഒട്ടുമിക്ക സമയത്തും ഇവിടെ പച്ചക്കറികൾ വാങ്ങുമ്പോൾ ആ കൂടെ ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇതുവരെ ഇത് കുക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, എന്താണെന്നും അറിയത്തില്ല. ഇന്നിപ്പോൾ സദ്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കറികൾക്കും തേങ്ങ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ 1-2 പൊട്ടിച്ച് ചിരയിക്കോളാൻ എന്നോട് അമ്മ പറഞ്ഞു. അപ്പോൾ ഞാനതങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ ചിരവ കണ്ടോ, ഇത് 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് നമുക്ക് സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചിരവയായിട്ടും നല്ല സുഖമായിട്ട് സ്വസ്ഥമായിട്ടും ഇരുന്ന് നമുക്ക് ഇതുപോലെ ചിരകാം. അവിയലിനും എരിശ്ശേരിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങ വേണം, അല്ലെ കൊള്ളൂല എന്ന് അമ്മ പറയുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ചിരകി കൊടുത്തിട്ടുണ്ട് കേട്ടോ 2. പിന്നെ അച്ചാറൊക്കെ ഇന്നലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ച് അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് തുടങ്ങിയ പണിയാണ് കേട്ടോ അമ്മയ്ക്ക്. ഓരോ കറികളും വിറകടുപ്പിലാണ് അമ്മ കുക്ക് ചെയ്തത്. പായസം മാത്രം നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കിയിട്ടോ. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സാമ്പാർ, പുളിശ്ശേരി, പച്ചടി, കിച്ചടി, പുളിയിഞ്ചി അങ്ങനെ തുടങ്ങി കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എരിശ്ശേരി, അവിയൽ, പിന്നെ എന്തൊക്കെ കറികളുണ്ടെങ്കിലും എനിക്ക് സദ്യക്ക് ഏറ്റവും ഇഷ്ടവും സാമ്പാറും പപ്പടവും അച്ചാറും കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്.